പോലീസിനെ കണ്ടപ്പോഴാണ് പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അന്ന് ഈ കുട്ടി കൊണ്ടൊന്നും ഇവിടെ താമസിക്കേണ്ട പേര് പോലും ഞങ്ങൾക്കറിയില്ല. 7 മാസത്തിൽ കൂടുതലായി. സഹകരണമൊന്നുമില്ല. ഇദ്ദേഹം കൊണ്ടുപോകും, ആ കുട്ടി വഴിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പാസ്സാക്കും. ഇത്ര തന്നെ. ആ കുട്ടിയെ പുറത്തായിട്ട് സ്വാതന്ത്ര്യമായിട്ടില്ല. അയാളോടെ പോകും, അയാളോടെ സമ്മതിക്കില്ല ആയിരിക്കാം. അയൽവക്കത്തായിട്ട് ഒരു സഹകരണം ആ കുട്ടിയൊക്കെ. ഞാനിതൊരു പാസ് ചെയ്ത് പോയപ്പോ ഇവിടെ യാതൊരു പ്രശ്നമല്ല, ഡോർ അടച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ പോയി ഒരു 8:30 ആയപ്പോൾ ഡോർ പൊട്ടിക്കുന്ന സൗണ്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ വരുന്നത്. ഈ അടുത്ത് കിടക്കുന്ന ഞങ്ങൾ വരുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം. അയാൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കാമായിരുന്നു. അങ്ങനെ നിങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു? ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതുൽ ആരെയും വിളിച്ചില്ല? ഇല്ല. ഇവിടെ പോലീസ് വന്നു. ഡോർ പൊളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ അയൽവാസികൾ എല്ലാവരും ഇവിടെ എത്തുന്നത്. എത്ര മണിക്കാ? 8:30 കഴിഞ്ഞു. ഏതാണ്ട് ഒരു 5:30 മണിക്കാണ്, ഏതാണ്ട് 5:30ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അത്രയും വരുമോ എന്ന് എനിക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം 7:15 ഞാൻ പാസ് ചെയ്തപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇന്നലെ അതുലിനെ കണ്ടിരുന്നോ? ഞങ്ങൾ ആരും ഇവരെ രണ്ടുപേരും എപ്പോഴും കാണുന്ന ആൾക്കാരല്ല. ഇവര് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ചിരിച്ചാൽ അവരിങ്ങോട്ട് ചിരിക്കും. അത്രേ ഉള്ളൂ. ഇവരുടെ പേരേതെന്നോ അഡ്രസ് ഏതെന്നോ ഒന്നും അറിയത്തില്ല. 7 മാസമായിട്ട്. ഇന്നലെ രാത്രി ഇവരുടെ ഫ്രണ്ട്സ് വന്നപ്പോഴാണ് അവരുടെ സ്ഥലം വർക്കലയാണ്, ഭരതന്നൂരാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. ബഹളം ഉണ്ടാകുകയോ വഴക്കുണ്ടാകുകയോ ഒന്നും കേട്ടിട്ടില്ല. ഇത് ഒന്നാമത് ഉള്ളിലോട്ടാണ് ഈ വീട് ഇരിക്കുന്നത്, അതുകൊണ്ട് പൊതുവെ നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് പുള്ളിക്കാരിയുടെ പേര് അതുല്യ എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ അറിയുന്നത്, ആരതി എന്നുള്ള കാര്യം. അല്ലാണ്ട് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. രണ്ടുപേരും സഹകരിക്കാറില്ല. നമുക്ക് അറിയത്തില്ല സഹകരിക്കുന്നവരാണോ അറിയാത്തവരാണോ നമുക്ക് അറിയത്തില്ല. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇവിടെ താമസിക്കുന്നത് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് മാത്രമാണ് ഈ കുട്ടികൾ പോയപ്പോഴാണ് ഇവിടെ 2 പിള്ളേർ താമസിക്കുന്നത് ഞങ്ങൾ അറിയുന്നതും. പിന്നെ ഇവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചാൽ അതും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം എന്ന് വെച്ചാൽ ഈ വീട് ഉള്ളിലോട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ ആള് കയറി പോണതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ജോലിക്ക് പോകും. ഈവനിങ് നമ്മൾ രാത്രി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇല്ല. ഇവർ അങ്ങനെ സഹകരണം കാര്യങ്ങളുള്ള ആൾക്കാരല്ല. ഇന്നലെ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഞങ്ങള് സംഭവം അറിഞ്ഞില്ല. ഇവരൊക്കെ ഞങ്ങളെ വീടിന്റെ ഓണർ, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഓണർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പോ ഈ ആരും വന്ന് തട്ടി വിളിക്കുവോ നിങ്ങളുടെ അയലത്തൊന്നും? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ രക്ഷിക്കാൻ തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. ഒരു പെണ്ണിന്റെ ജീവിതമാണ്. അപ്പം അവരുടെ ഒരു റിലേറ്റീവ് പറയുന്ന കേട്ട് ഒരു വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന്. ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതല്ലേ ഓരോ കുട്ടികളുടെ ജീവിതം ഇല്ലാതായി പോകുന്നത്. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഞങ്ങളിത് അറിഞ്ഞില്ല. 8:15 ശേഷം ഇവിടുത്തെ സൗണ്ട്, പോലീസ് വന്നതിന് ശേഷമുള്ള സൗണ്ട് കേട്ടാണ് ഞങ്ങളെ ഓണർ വന്ന് പറഞ്ഞാണ് ഞങ്ങളിത് അറിയുന്നത്. ഇയാളുടെ സുഹൃത്തിനെ ഈഞ്ചിക്കിൽ നിന്ന് വിളിച്ചു വരുത്തി പോലീസും വന്നിട്ടാണ് ഈ വാതിൽ തുറക്കുന്നതെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഞങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടെങ്കിൽ പോലും ഞങ്ങളെങ്കിലും വന്ന് എന്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ഹൗസ് ഓണറിന്റെ ചേട്ടനും വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവിടെ തന്നെ 2 ആണുങ്ങൾ ഉള്ളതാണ്. പിന്നെ തൊട്ടടുത്ത് വേറൊരു ഈ ചേച്ചിയുടെ ആനിയനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 3 ആണുങ്ങളുള്ള അപ്പുറത്തെ വീടുണ്ട്. തൊട്ടടുത്ത് ഈ വീടിനോട് ചേർന്നിരിക്കുന്ന വീടാണ്. ഇവിടെയും 2 പയ്യന്മാരുള്ളതാണ്. അപ്പം ഞങ്ങൾ ആരെങ്കിലും അറിയിച്ചെങ്കിൽ പോലും ഞങ്ങളെങ്കിലും വന്ന് തട്ടി തുറന്നേനെ. ഞങ്ങളിത് അറിഞ്ഞില്ല. മരിക്കുമെന്ന് അറിഞ്ഞിട്ട് വൈകിപ്പിച്ചു തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കാം. നമുക്കിതിൽ കാരണം അവരുമായിട്ട് നമുക്കൊരു മിംഗ്ലിംഗ് ഇല്ല. അവരെ ഇപ്പോഴാണ് ആ കുട്ടിയുടെ പേര് ആരതി എന്നും ആളുടെ ഹസ്ബൻഡിന്റെ പേര് അതുൽ എന്നും അറിയുന്നത്. അപ്പം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുമില്ല. ആൾക്കാരാണോ? അല്ല, പരിചയമുള്ള ആൾക്കാരല്ല. ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വാടകക്കാരാണ്. നിലവിൽ 5-6 മാസം എങ്ങാണ്ട് ആയിട്ടേ ഉള്ളൂ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട്. രാവിലെ 2 പേരും പോവും. നാട്ടുകാരോട് ചോദിച്ചാൽ വൈകിട്ട് വരും. PC കോച്ചിങ്ങിന് എങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. വിവരം അറിഞ്ഞപ്പോഴാണ്? ഇന്നലെ തന്നെ ഭർത്താവ് ഇവിടെ വന്നപ്പോൾ കതക് അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തുറന്നില്ല. അവൻ നാട്ടുകാരെയൊക്കെ വിളിച്ച് അങ്ങനെ ചവിട്ടി തുറന്നിട്ടാണ് ഞാൻ അറിയുന്നത്. പിന്നെ പോലീസ് എത്തി. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടൊക്കെ ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത്. ആരോപണം അങ്ങനെയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. RDയും വന്നിട്ടുണ്ട്. ഫോറൻസിക് കഴിഞ്ഞു. ബാക്കി എന്താന്നുള്ളത് അവർ പറയും. നമുക്ക് ഒന്നും തീർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഭർത്തൃപീഡനമാണ് ആരോപണം. അതാണ് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് ഭർത്തൃപീഡനമാണെന്ന്. എന്തായാലും ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും പറയാറായിട്ടില്ല.